അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഓട്സ് ഓംലെറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്കതിൽ പോഷക സമ്പന്നമായിട്ടുണ്ടാകും. അപ്പോൾ ഓംലെറ്റ് സാധാരണ നമ്മൾ മുട്ടയൊക്കെ അടിച്ചിട്ട് സാധാരണ പോലെ ഉണ്ടാക്കാറില്ലേ? അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹെൽത്തി ആയിട്ട് മാറുമ്പോൾ നമുക്കതിൽ പച്ചക്കറികൾ കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ട് നമുക്ക് എന്ത് പച്ചക്കറികളും വേണമെങ്കിൽ ഇടാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാരറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണോ ഒക്കെ ഇടാൻ പറ്റും കേട്ടോ അതിൽ. അപ്പോൾ അങ്ങനെ എല്ലാം ചേർത്തിട്ട് നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കണു. അതിനോട് കൂടി ഓട്സും കൂടി ചേർക്കണു. അപ്പോഴാണത് ഓട്സ് ഓംലെറ്റ് ആവുന്നത്. അപ്പോൾ വളരെ പോഷക സമ്പന്നമായിട്ടുള്ളൊരു കാര്യമാണ് ഓട്സ് ഓംലെറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1/2 കപ്പ് നമ്മൾ സ്റ്റീൽ കട്ട് ഓട്സ് ഓർ റോൾഡ് ഓട്സ് പൊടിച്ചിട്ട് വെച്ചിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് വെള്ളമോ അല്ലെങ്കിൽ പാലോ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുകയാണ്, സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേണ്ടത് നമുക്ക് മുട്ടയാണ്. 3 മുട്ട നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് 1 ഉള്ളി, 1 സവോള, പിന്നെ 1 ക്യാപ്സിക്കം, ഈ ക്യാരറ്റ് 1 ഗ്രേറ്റ് ചെയ്തെടുത്തത്, പിന്നെ 1 തക്കാളി, ഒരു 2 3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട്. അധികം ഇടണ്ട കേട്ടോ, ഹെൽത്തി അല്ലേ. കുറച്ച് മല്ലിച്ചപ്പ്, കറിവേപ്പില, അല്പം ജീരകം. ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത് കേട്ടോ. പിന്നെ നമുക്കതിന് പൊടികളായിട്ട് നമ്മൾ ഉപ്പും ഈ പിന്നെ കുരുമുളക് പൊടിയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റെഡ് ചില്ലി പൗഡറൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ ആദ്യം നമ്മൾ ഇതിപ്പോൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളൊരു 10 മിനിറ്റ് ആയിട്ടോ സോക്ക് ചെയ്ത് വെച്ചിട്ട്. ഇതിലേക്ക് നമ്മൾ ഈ 3 മുട്ട പൊട്ടിച്ചതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പിട്ടു. ദെൻ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ. ഇട്ടു. ഇത്ര ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് അടിക്കുക. ബീറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കതിന് ആദ്യം ക്യാപ്സിക്കം ഇട്ടു. നമുക്ക് എന്തും വേണമെങ്കിൽ ഇതാ, നമുക്ക് പറ്റണ പച്ചക്കറികളൊക്കെ ഇടാം കേട്ടോ. ക്യാരറ്റ്, തക്കാളി, പച്ചമുളക്, ഇതൊന്ന് നന്നായിട്ട് ഒന്നും കൂടി അടിക്കുക. ഈ ഉപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും പിങ്ക് ഹിമാലയൻ സോൾട്ട് ഉപയോഗിച്ചോളൂ കേട്ടോ. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആണല്ലോ. അതിന് ശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കാം, ഒരു ടേസ്റ്റിന്. ടേസ്റ്റ് വേണം, നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസൊക്കെ ഒഴിവാവുകയും ചെയ്യും. അതിലേക്ക് നമ്മൾ ഈ ആക്കി വെച്ചുള്ള സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഓട്സ് നമ്മളിടണം. ഇത് ഒറ്റൊന്ന് കഴിച്ചാൽ മതി കേട്ടോ, നന്നായി വയറ് നിറയും. പിന്നെ കൂടാത്തതിന് നമുക്ക് ഈ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് വേറെ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ദോശ ഇഡ്ഡലിയും പുട്ടൊക്കെ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെയൊക്കെ കറികളൊക്കെ കഴിക്കേണ്ട ആവശ്യമില്ലേ? ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതിനോടൊപ്പം ഒരു 1/4 കപ്പ് പാലും. 1/4 കപ്പ് അത് എത്രയാണോ നിങ്ങളതിൽ അത് സോക്ക് ചെയ്തതിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ പോലെ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. പാലില്ലാത്തവരിൽ അല്പം വെള്ളം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കൂ, അതൊരു ശരിക്കൊരു ദോശ ബാറ്റർ പോലെ ആയില്ലേ? ഈ ബാറ്ററാണ് നമ്മൾ ശരിക്കും പിന്നെ പാനിൽ ശരിക്കും ദോശയാക്കി ചുടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. ഈ പച്ചക്കറികളുടെ എണ്ണം കൂടുമ്പോൾ നമുക്ക് എന്തുണ്ടാവുക എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പരത്താൻ പറ്റില്ല അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഇത് പരത്താൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ അതുകൊണ്ട് 3 ദോശ ഉണ്ടാക്കി. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം പച്ചക്കറികൾ അതിലിടണോ അത്രത്തോളം നമുക്കങ്ങനെ പരത്താനുള്ള ഒരുപാട് പരത്താനൊന്നും പറ്റില്ല. അപ്പോൾ കുറച്ച് നമ്മളിങ്ങനെ ഒരുവിധം ആക്കുക, എന്നിട്ട് നമുക്ക് എത്രയാണോ വലിപ്പം വേണ്ടത് അതിനനുസരിച്ച് ആക്കുക കേട്ടോ. ഇത് 3ാമത്തേതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഒറ്റൊന്ന് കഴിച്ചാൽ മതി. ഒരു കുടുംബത്തിന് ഹസ്ബൻഡ് ആൻഡ് വൈഫ് കുട്ടിയൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ഒറ്റൊന്ന് കഴിച്ചാൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് പിന്നെ വിശപ്പ് മാറും, പ്രോട്ടീൻ സമ്പന്നാവും, ഒരുപാട് നേരത്തേക്ക് വിശക്കില്ല. ഇതൊക്കെയാണ് ഹെൽത്തി ഫുഡിൻ്റെ ഗുണം. മറ്റേതാകുമ്പോൾ നമുക്ക് ഈ കാർബ്സ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഭയങ്കര ഇഷ്ടമാവും നമുക്ക്. കാരണം എന്താ പറയുക, അതിൽ ഇത്തിരി മധുരം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഏത് കാർബ്സിലും ഇത്തിരി മധുരമുണ്ട്, അത് നമുക്ക് ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ എനർജി ലെവൽ 2 തരത്തിലാണ്. ഒന്ന് നമുക്ക് ന്യൂട്രീഷ്യസ് ഫുഡെന്നും ഒന്ന് കാർബ്സ് അടങ്ങിയിട്ടുള്ള ഫാറ്റ് ഫുഡെന്നുള്ള എനർജി ലെവൽ. പെട്ടെന്ന് എനർജി കിട്ടും ഫാറ്റ് ലെവലുള്ളതിന്, പക്ഷെ അത് അപ്പം തന്നെ നശിച്ചു പോകും. നേരെ മറിച്ച് ന്യൂട്രീഷ്യസ് ഫുഡിൽ നിന്ന് എനർജിയും കിട്ടും, നമുക്ക് സ്റ്റാമിനയും കിട്ടും, വെയിറ്റ് ലോസും വരും. അങ്ങനെ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും നല്ലൊരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കുക. തുടരെ ഒരുപാട് റെസിപ്പീസുമായിട്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ വരാം. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വീട്ടിലെല്ലാവരും, അത് ഒരാളെന്നുള്ളതല്ല, വീട്ടിലെല്ലാ അംഗങ്ങളും അങ്ങനെ ഒരു രീതിയിൽ പോവുക. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആഴ്ചയിലൊരിക്കൽ, അപ്പോൾ ഗൾഫിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ പറയാറുണ്ട് വീക്കെൻഡ് ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെ ആഴ്ചയിലൊരിക്കൽ നമ്മൾ പുറത്ത് പോയി ഒക്കെ വിത്ത് ഫാമിലി വൈബൊക്കെ ആയി തിരിച്ചു വരാം. പിന്നെ വീണ്ടും നമ്മൾ കുട്ടികൾക്കും എല്ലാം ഈ ഹെൽത്തി ഹാബിറ്റ് ഫോളോ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു സമൂഹത്തിനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. താങ്ക് യു സോ മച്ച്.